ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ് പോച്ചഡ് ഫ്രൈ. എന്തായാലും ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ആദ്യം ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്ത്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, കുറച്ച് മല്ലിയില, ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കും, ഇതിൽ അതൊന്നും ആവശ്യമില്ല. ഇനി മസാല മാറ്റി വെക്കുക. ഇനി പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ചൂടാവാൻ വെക്കുക. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. വെള്ളം ഇങ്ങനെ ഒഴിച്ചിരിക്കുന്നത് എഗ് വൈറ്റ് പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. പാനിലെ വെള്ളം അധികം വെട്ടി തിളക്കരുത്. ബബിൾസ് വരുമ്പോഴൊക്കെ നമ്മൾ എഗ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 8 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ ഓയിൽ പാനിൽ ചൂടാക്കാൻ വെക്കുക. ഇനി ഒന്ന് മുട്ട മസാല തേച്ചിട്ടെടുക്കുക. ഇതുപോലെ തന്നെ ഓരോന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു വെറൈറ്റി ഉണ്ട്. സാധാരണ നമ്മൾ മുട്ടയൊക്കെ കൊടുക്കുന്നതിലേക്ക് ഒരു വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.